കണ്ണൂരിൽ 2017 ജനുവരി 12 രാവിലെ 6 മണിക്ക് ഒരു കൃഷിക്കാരൻ എണീച്ച് തന്റെ കൃഷിസ്ഥലത്തോട്ട് പോവുകയാണ്. കൃഷിസ്ഥലത്തോട്ട് പോയപ്പോൾ തന്റെ കിണറിന്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു സ്മെല്ലടിച്ചു. ആ സ്മെല്ലടിച്ചപ്പോൾ തന്നെ ആ കിണറിന്റെ അടുത്ത് സ്വാഭാവികമായി അയാൾ പോയി നോക്കുകയാണ്. നോക്കിയപ്പോൾ ആ കിണറ്റിന്റെ അകത്ത് ഒരു ബോഡി കാണുകയാണ്. ബോഡി കണ്ട ഉടനെ തന്നെ പോലീസുകാരെ വിളിച്ചു ഈ വിവരം പറഞ്ഞു. പോലീസ് ആ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ അവർക്കും ഒരു ബോഡി കാണാൻ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ബോഡി എടുക്കാനുള്ള ആൾക്കാരെല്ലാം വിളിക്കുകയാണ്. അതിനുശേഷം കിണറ്റിൽ ഇറങ്ങി ആ ബോഡി എടുക്കുകയാണ്. ബോഡി എടുത്തപ്പോൾ ആ സ്ത്രീയുടെ കയ്യിൽ ഇടത്തെ കയ്യിലായിട്ട് ഒരു ടാറ്റു കണ്ടു. ആ ടാറ്റുവിൻ്റെ അകത്താണ് രാജു എന്നുണ്ട്. രാജു എന്ന് ടാറ്റു എഴുതിയിട്ടുണ്ട്. ഈ ബോഡിയുടെ ഉടമസ്ഥൻ ആരാണ്, ഇവളെ കുടുംബം ആരാണ് എന്ന കാര്യങ്ങളൊന്നും പോലീസുകാർക്ക് അറിയില്ലായിരുന്നു. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം നടത്തുന്ന ഉടനെ തന്നെ പോലീസുകാർക്ക് ഇവളെ കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ പത്രങ്ങളിൽ ഇവളെ ഫോട്ടോ കൊടുത്ത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയാണ്. അപ്പോൾ ഒരാൾ വിളിക്കുകയാണ്. പെട്ടെന്ന് പൊങ്കോട് വിളിച്ചിട്ട് പറയുകയാണ്, ഇവള് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ എൻ്റെ കൂടെ പിച്ച തണ്ടാൻ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ഇവളുടെ കൂട്ടത്തിൽ തന്നെ 2 മക്കളുമുണ്ട്, ഒരാണും ഒരു പെൺകുഞ്ഞും ഉണ്ട് എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാരോട് ഇവർ താമസിക്കുന്ന സ്ഥലം കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സ്ഥലത്തോട്ട് പോയി അന്വേഷിക്കുന്ന ടൈമിനാണ് പോലീസുകാർക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കിട്ടി. ആ ഫോട്ടോസിൻ്റെ അകത്താണ് ഒരാളുണ്ട്, അതുപോലെ തന്നെ ഇവളും ഉണ്ട്, 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഇവളെ പേരാണ് ശോഭ എന്നാണ്. അത് മാത്രമല്ല ഇവളെ കയ്യിൽ രാജു എന്ന് ടാറ്റു കുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ ആ ഫോട്ടോയിൽ ഇടത്തെ കയ്യിൻ്റെ അകത്ത് രാജു എന്ന് ടാറ്റു കുത്തിയത് കാണാമായിരുന്നു. അപ്പോൾ ഇവരൊരു നിഗമനത്തിലെത്തി, ഈ രാജു എന്ന് ടാറ്റു കുത്തിയത് എന്തായാലും ഇവളെ ഭർത്താവായിരിക്കുമെന്ന്. ഇവിടെ 2 മക്കളുടെ പേര് എന്ന് പറയുന്നത് ഒരുത്തൻ്റെ ആര്യൻ, അതുപോലെ തന്നെ അമൃത എന്നായിരുന്നു ഇവർ 2 പേരുടെ പേര്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം ലഭിക്കുകയാണ്. അതായത് ആ കിണറ്റിൽ പോലീസുകാർ ആ കിണറ്റിൽ നിന്നും ബോഡി റിക്കവർ ചെയ്യുന്ന 10 മണിക്കൂർ മുമ്പെയാണ് ഈ കൊലപാതകം നടന്നത് എന്ന കാര്യം പോലീസുകാർക്ക് മനസ്സിലായി. പോലീസുകാർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും തപ്പിക്കൊണ്ട് നിൽക്കുന്ന ടൈമിലാണ് ഒരു സ്ത്രീ മൊബൈൽ ഫോണിൽ വിളിക്കുന്നത്. പോലീസുകാർ ആ കോൾ എടുക്കുകയാണ്. ആ കോൾ എടുത്തപ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞു, ഈ സ്ത്രീ മക്കളും എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ താമസിച്ചത് എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ പോലീസുകാർ അവിടെ പോവുകയാണ്. ആ സ്ഥലത്തിൻ്റെ ഓണറും അതുപോലെ തന്നെ ആ ബിൽഡിംഗ് ഓണറിനെ വിളിച്ചിട്ട് കാര്യം ചോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മാലിക് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചപ്പോൾ പറയുകയാണ്, ഇവർ വന്നത് 2015 ഡിസംബറിലാണ്. 2015 ഡിസംബർ 22 ഇവർക്ക് ഈ സ്ഥലം വാടകയ്ക്ക് കൊടുത്തത്. ആദ്യം കുറച്ച് അഡ്വാൻസും കാര്യങ്ങളും തന്നെങ്കിലും പിന്നീട് 3 മാസത്തോളം വാടകയും കാര്യങ്ങളും ഒന്നും ഇവർ തരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വാടക ചോദിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീടും ഞാൻ വാടക ചോദിക്കാൻ വേണ്ടി വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരാളെ കണ്ടിട്ടുണ്ട്. അയാൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് എൻ്റെ സഹോദരനാണ്, അതായത് എൻ്റെ ചേട്ടനാണ് എന്നായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. അന്നേരത്തേന് അദ്ദേഹം തരാനുള്ള പെൻഡിങ്ങിലുള്ള 3 മാസം വാടക എനിക്ക് തന്നു. അതുമാത്രമല്ല പിന്നീടുള്ള 2 മാസത്തെ അഡ്വാൻസ് ആയിട്ടുള്ള വാടകയും കൂടി അയാൾ എനിക്ക് തന്നു എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെ കയ്യിലുള്ള ഫോട്ടോ കൊടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഫോട്ടോയിലുള്ള ആളാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ വന്ന് ഇവരല്ല എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അയാളുടെ നമ്പറും കാര്യങ്ങളും എൻ്റെ അടുത്തുണ്ട്. അതായത് ഇവ ഈ 2 മാസം വാടക തന്നിട്ട് അയാൾ എന്നോടൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് ആയിട്ട്, ഇനി വാടക കിട്ടാൻ ഇനി ഇതാവൊന്നും വേണ്ട, ഇനി വാടകയുടെ ടൈം ആകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്നായിരുന്നു അയാൾ പറഞ്ഞത്. ഈ 2 മാസത്തിന് ശേഷം കുറച്ച് മാസങ്ങളോളം അയാൾ വാടക തന്നു. പിന്നീട് ഞാൻ ഈ നമ്പറിലോട്ട് വിളിക്കുന്ന ടൈമിന് ഇയാൾ ഫോണും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല. ആ നമ്പറിലോട്ടാണ് എൻ്റെ ഫോണും ഒന്നും പോകുന്നില്ല എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ നമ്പർ ട്രേസ് ചെയ്ത് ആ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം തപ്പിയിട്ട് ഇയാളെടുത്തോട്ട് പോവുകയാണ്. ഇയാളെ പേരായിരുന്നു മഞ്ജുനാഥ് എന്ന്. ഈ മഞ്ജുനാഥിൻ്റെ അടുത്ത് പോയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു. ഇയാൾ വന്നതിന് ശേഷം ബോഡി ഐഡന്റിഫൈ ചെയ്യാണ്. ഇത് ശോഭയാണ്, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഇവളെ കൊന്നത് രാജു ആയിരിക്കും, ഇവളെ ഭർത്താവ്. ഇവരെ 2 മക്കൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മക്കളെ കണ്ടുപിടിക്കണം. അതുമാത്രമല്ല രാജു ആണ് കൊലപാതകം ചെയ്തത്, രാജു എവിടെ പോയി എന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് അവർ കാര്യം തീരുമാനിക്കുകയാണ്. ഈ ശോഭയുടെ ജന്മനാടും അതുപോലെ തന്നെ ഇവർ താമസിച്ച സ്ഥലവും എവിടെയാണ് എന്ന് അന്വേഷിച്ച് പോവുകയാണ്. അന്വേഷിച്ച് പോകുന്ന ടൈമിലാണ് ഇവർക്ക് കാര്യം കഴിഞ്ഞത്. ഇവർ ഇതിനു മുമ്പേ കർണാടകയിലായിരുന്നു. ഈ ഡിസംബർ 15, 2015 ഇവർ ഇങ്ങോട്ട് വന്നത്. അതിനു മുമ്പേ കർണാടകയിലായിരുന്നു ഇവർ താമസിച്ചത് എന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെ കർണാടകയിലോട്ട് പോവുകയാണ്. കർണാടക പോലീസിൻ്റെ കയ്യിൽ നിന്നും ഇവർ കുറച്ച് ഹെൽപ്പും കാര്യങ്ങളെല്ലാം നോക്കിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ താമസിച്ച സ്ഥലം കണ്ടുപിടിച്ചു. താമസിച്ച സ്ഥലം കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ അന്വേഷണം കാര്യങ്ങളെല്ലാം നടത്തുകയാണ്. അന്വേഷണം കാര്യങ്ങളെല്ലാം നടത്തുന്ന ടൈമിൽ ഇവർക്ക് ചെറിയ രീതിയിലുള്ള കിംവദന്തിയും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. അതായത് ഇവളുടെ ഭർത്താവായ രാജു മദ്യവേനിയായിരുന്നു. അതായത് അവിടെയുള്ള നാട്ടുകാരും ഇവൻ സുഹൃത്തുക്കളെല്ലാം പറയുകയാണ്, ഇവ പണിക്ക് പോകുന്ന ടൈമിന് അതായത് ഇവിടെയുള്ള മഞ്ജുനാഥ് എന്ന് പറഞ്ഞ് ഇവൻ വീട്ടിലൂടെ ഇടക്കും തടക്കും വരാറുണ്ടായിരുന്നു. ഇവൻ്റെ മുഴുവൻ മദ്യവേനയാക്കിയത് ഈ മഞ്ജുനാഥ് എന്ന് പറയുന്ന ആളാണ്. ഇവർക്ക് മദ്യം സേവിച്ച് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ഇവനായിരുന്നു. അതിനുശേഷം ഇവൻ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുമ്പോൾ ഇവൻ വീട്ടിലോട്ട് പോകും. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അവനോട്
കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവ വരുന്നത് ഡെയിലി ഒരു ഓട്ടോറിക്ഷയിലായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ മഞ്ജുനാഥിനെ പോലീസുകാർ പിടിക്കുകയാണ്. പോലീസുകാർ പിടിച്ചതിന് ശേഷം അന്വേഷണം കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് ഇവനെ വിടുന്നുണ്ട്. വിട്ടിട്ട് പോലീസുകാർ അതേ ടൈമിന്, അതായത് ഡിസംബർ മാസത്തിൽ ഏതെങ്കിലും ബോഡി റിക്കവറി ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളെല്ലാം കർണാടക പോലീസിനോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇവർക്കൊരു ബോഡി ഇങ്ങനെ റിക്കവറി ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആ ബോഡി ആരുടേതാണ് എന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം കാര്യങ്ങളെല്ലാം നടത്തിയപ്പോഴാണ് ഇവർക്ക് കാര്യം ചെയ്യുന്നത് ഈ ബോഡി രാജുവിൻ്റെയാണ് എന്ന്. രാജുവിൻ്റെ ബോഡി ആയതുകൊണ്ട് തന്നെ ഇവനെ വിളിച്ച് പിന്നീടും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. മഞ്ജുനാഥിനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഇവൻ ഒരു കാര്യങ്ങളും പറയില്ല, അവൻ കൊന്നിട്ട് രക്ഷപ്പെട്ടതായിരിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ അവൻ്റെ മോതൊക്കെ പോലീസുകാർ അടിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചെയ്തപ്പോൾ ഇവനുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുകയാണ്. അതായത് ശോഭയും ഞാനുമായി പേഴ്സണൽ റിലേഷൻഷിപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് അവൾ എന്നോട് റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ വേണ്ടി ഇവനിക്ക് ഞാൻ മദ്യം കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇവളെ ഉപേക്ഷിക്കുകയാണ് എന്ന കാര്യങ്ങളൊക്കെ ഇവനെ ഉപേക്ഷിക്കുകയാണ് എന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൾ ഒരു ദിവസം എന്നോട് പറയുകയാണ്, എനിക്കിങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല, എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണം, അതായത് നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി ജീവിക്കുക, ഇനി ഞാൻ ഒരിക്കലും അവൻ്റെ കൂടെ ജീവിക്കില്ല എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രാജു ഈ കാര്യങ്ങളെ പിടിച്ചത് കൊണ്ട് തന്നെ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും വീട്ടിലുണ്ടായപ്പോൾ പറയാണ് മഞ്ജുനാഥാണ് എനിക്കെല്ലാം, നീ ഒന്നുമല്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരുടെ സുഹൃത്തുക്കളോടെല്ലാം പറയുകയാണ് ഞാൻ മദ്യപാനം നിർത്തി എന്ന് രാജു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ഇവളോട് പറയുകയാണ്. അവൻ മദ്യപാനം മുഴുവൻ നിർത്തിയിട്ടുണ്ട്, അവനിക്ക് നീ തന്നെയാണ് നല്ലത് എന്ന് പറയണം. അതൊന്നും പറ്റില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറയുകയാണ്. കേരളത്തിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന തലേ ദിവസം, അതായത് ഇവക്കൊരു നെഞ്ഞുവേന വരികയാണ്. നെഞ്ഞുവേന വന്ന് നിന്ന ടൈമിൽ എന്നെ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് നോക്കിയപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. ഓട്ടോറിക്ഷയ്ക്കകത്ത് കൈ കാട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇവളെ കയറ്റിയാണ്. അതിനുശേഷം മക്കളോട് പറയുകയാണ് ഞാൻ വന്ന് വാതിൽ തുറന്നാൽ മാത്രം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ വീട്ടിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് വാതിൽ കൂട്ടിയിട്ട് ഇവന് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമിനായിരുന്നു ഇവളെ നെഞ്ഞുവേനെല്ലാം മാറി. ആ മുമ്പിലുള്ള ആരാണ് എന്ന് നോക്കിയപ്പോഴാണ് മഞ്ജുനാഥാണ് എന്ന് മനസ്സിലായത്. അവിടെ ഒളിപ്പിച്ച് വെച്ച ഇരുമ്പ് വടി എടുത്ത് മഞ്ജുനാഥ് അവൻ്റെ തലക്കടിച്ച് രണ്ടുപേരും കൊലപാതകം ചെയ്തതിന് ശേഷമാണ് ഇവർ നേരെ കേരളത്തിലോട്ട് വരുന്നത്. അപ്പോൾ ഇവളെ എങ്ങനെയാണ് നീ കൊലപാതകം ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. ഈ മഞ്ജുനാഥ് അത് ഇവളെ കൊലപാതകം ചെയ്തത്, ശോഭയെ കൊലപാതകം ചെയ്ത് നിരന്തരമായി പണത്തിന് വേണ്ടി ഇവളെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ആ പണം കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇവളെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. 3 മാസത്തെ വീട്ടിൻ്റെ വാടക കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇവളെ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം എൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ അവിടെ വന്നതും 3 മാസത്തെ വാടക കൊടുത്തതും പിന്നീടുള്ള 2 മാസം എക്സ്ട്രാ ആയിട്ട് അഡ്വാൻസ് ആയിട്ട് ഞാൻ അവിടെ വീട് വാടക കൊടുത്തത് എന്ന കാര്യങ്ങളും പോലീസുകാരോട് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളെ കാലത്ത് ധരിച്ച് കൊന്നിട്ട് കയറ്റിക്കൊണ്ടുപോയി ഇട്ടത് ഞാനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ 2 മക്കൾ എവിടെയാണെന്ന് ചോദിക്കണേ. മക്കളെ നീ കൊന്നോ, എവിടെയാണ് ഇവരുടെ ബോഡി എന്ന കാര്യങ്ങളെല്ലാം പോലീസുകാർ ചോദിച്ച ടൈമിനാണ് പോലീസുകാരോട് ഇവൻ പറഞ്ഞ മക്കളെ എനിക്ക് കൊല്ലാൻ സാധിച്ചിട്ടില്ല, എൻ്റെ മനസ്സതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ നേരെ ഓർഫനേജ് കൊണ്ടുപോയി ആക്കിയാലോ എന്ന് ചിന്തിച്ചു. ഓർഫനേജ് കൊണ്ടുപോയി ആക്കിയാണ് എൻ്റെ നെയിമും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതൊക്കെ കൊണ്ട് തന്നെ മുംബൈയിലോട്ടുള്ള ട്രെയിനിലോട്ട് ഞാൻ ഈ മക്കളെ 2 പേരും കയറ്റി വിട്ടു എന്നായിരുന്നു പറഞ്ഞത്. മുംബൈ പോലീസിനെ കേരള പോലീസ് ബന്ധപ്പെടുന്നുണ്ട്. അതിനുശേഷം ഈ 2 മക്കളെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിന് നല്ല വീഡിയോ വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്.